അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിരാലംബരായിട്ടുള്ള മക്കളെ ഞങ്ങൾ തിരിച്ച് ഇപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ വേദനയോടെ ഓർക്കുന്നു. സഹായിക്കാൻ ആരുമില്ലാത്തവർ, അവരുടെ വിഷയം പോലും അവർക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് ഫലിപ്പിക്കാൻ അറിയാൻ പാടാത്തവർ, ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭാഷ കൊണ്ട് പരിമിതപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, കർത്താവെ, അവരൊക്കെ നീ ഒരു ചോദ്യം പോലും ചോദിക്കാതെ പല മനുഷ്യരെയും നീ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ ഏറ്റെടുത്തതെന്ന് അങ്ങയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവൻ, ഞങ്ങളുടെ ബലഹീനത ഏറ്റെടുക്കുന്നവൻ. പല ആൾക്കാർക്ക് ചിരിക്കാൻ പോലും പ്രയാസമാണ്. ചിലർക്ക് ഡിപ്രഷൻ ലുക്കാണ്. അവരെന്ത് പറഞ്ഞാലും അവർ ചിരിക്കത്തുമില്ല, സന്തോഷിക്കത്തുമില്ല, അവരെ മറ്റുള്ളവർക്ക് ഇഷ്ടവുമല്ല. ഇങ്ങനെ ബലഹീനമായിട്ടുള്ള വ്യക്തികളെ പോലും കർത്താവോട് ജീവിക്കുന്നതിന് മറ്റുള്ളവരെ സന്ധിപ്പിക്കുകയും അങ്ങ് അവർക്ക് പ്രത്യേകമായ കൃപയും അവരോട് മറ്റുള്ളവർക്ക് ഒരു താപവും എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങ് നിലനിർത്തുന്നുണ്ട്. കർത്താവെ, നിലനിൽപ്പിൻ്റെ വരം എല്ലാവർക്കും കൊടുക്കണം. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നാത്തിനാണ് എഴുന്നേറ്റത് എന്ന് ചിന്തിച്ചിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ, ആരും നമ്മളെ സഹായിക്കാനില്ലല്ലോ, ആര് ഞങ്ങൾക്ക് വേണ്ടി ആ തടസ്സം മാറ്റിത്തരും എന്നുള്ള വിഷയം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. ഓർത്തിരുന്ന എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നത്, പക്ഷേ ഞാൻ ഓർത്തില്ല. കഴിവില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഉടമ്പടി തന്നപ്പോൾ പറഞ്ഞത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ കഴിവിൽ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ മതി. കൃപ അവൻ സൗജന്യ ദാനമായി
എല്ലാവരിലേക്കും ഒഴുകുന്ന ഈ സമയത്ത് കർത്താവെ അങ്ങയുടെ കൃപയ്ക്ക് അവകാശം ഓഹരിയാക്കാൻ ഞാനീ പ്രാർത്ഥിക്കുന്ന മക്കളങ്ങ് പ്രത്യേകമായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അതുപോലെ തന്നെ ജീവിത പ്രയാസങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, ജീവിത മാർഗമില്ലാത്ത അവസ്ഥ, വരുമാന മാർഗമില്ലാത്ത അവസ്ഥ, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ, കുടുംബം ഭാര്യാഭർത്താക്കമായി പിരിഞ്ഞ അവസ്ഥ, മക്കൾ അകലങ്ങളിൽ അകപ്പെട്ടു പോയ അവസ്ഥ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഞാൻ എൻ്റെ ജീവിത ചരിത്രമുണ്ട്. തെദേവ് എന്ന് പറയും. സ്വസ്ഥഗീതം എൻ്റെ പേര്. അത് 15 പറ്റി എഴുതി തീർത്തതാണ്. അതിൻ്റെ കോപ്പികളെല്ലാം ഇപ്പോൾ തീരാനായി. അത് വലിയ പുസ്തകമാണ്, 2000 പേജുള്ള പുസ്തകം. കാര്യം ഇത്രയും നാളെ ദൈവ വഴികളെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ട്, കടന്നു പോകുന്ന വഴികളെല്ലാം. മാതാവ് പ്രത്യക്ഷപ്പെടുന്ന വരെയുള്ള, അതിനുശേഷം സഭയുടെ പഠനങ്ങൾക്ക് വേണ്ടി അത് സമർപ്പിക്കുന്നവരെയുള്ള ജീവിതത്തിലുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നവർ ഞാൻ എഴുതിയണ കാലത്ത് എൻ്റെ മനസ്സ് ഞാൻ ഓർത്തതേ, എനിക്ക് ഈശോനെ സ്വീകരിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ അമ്മച്ചിയായിരുന്നു. അപ്പച്ചനാണ് എല്ലാ കാര്യത്തിനും ഇടപെട്ടെന്നെ പഠിപ്പിക്കണമെങ്കിലും ഈ ഈശോയെക്കുറിച്ചും കുർബാനയെക്കുറിച്ചും പള്ളിയിൽ പെരുമാറുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരണത് ദുഃഖ വെള്ളിയാഴ്ച, വലിയ വെള്ളിയാഴ്ച, വലിയ ദിവസങ്ങൾ അപ്പൻ അതിനെക്കുറിച്ച് പറയും. പക്ഷെ അമ്മ അതിനെക്കുറിച്ച് അത് എങ്ങനെ പെരുമാറേണ്ടത്, എങ്ങനെ എല്ലാം പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് ഈശോനെ സ്വീകരിക്കുന്ന വേദപാഠത്തിന് വേണ്ടി വിട്ടപ്പോൾ തന്നെ അമ്മ പറയാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഭയങ്കര കൊതിയായി ഈശോ നമ്മുടെ ഹൃദയത്തിൽ വരുന്നതിനെക്കുറിച്ച് കൊതി. എനിക്കാണെങ്കിൽ അതൊക്കെ മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായത് കാരണം എനിക്ക് ഈശോയുമായിട്ട് 2 അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അപ്പനുമായിട്ട് ഈ 2-3 വയസ്സുള്ളപ്പോൾ ലാവമ്പട്ടം നടക്കാൻ പോകുമ്പോൾ ചെമ്പരത്തിക്കാട്ടിൽ ഈശോനെ കണ്ടായിരുന്നു. പക്ഷെ ഒരു രൂപം കണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ഈശോയുമായിട്ട് എന്തോ ഒരു അഫിനിറ്റി ഉണ്ട്. ഈശോയ്ക്ക് എന്നോട് താല്പര്യമോ എനിക്ക് ഈശോനെ ഇഷ്ടമുണ്ടോ ഉണ്ട്. അപ്പോൾ അതാണ് പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫസ്റ്റ് കമ്മ്യൂണിയനാണല്ലോ. പക്ഷെ ഫസ്റ്റ് കമ്മ്യൂണിയനോട് അടുത്ത സമയത്ത്, ഇത്രയും തീർച്ചയായിട്ടും അടുത്തെങ്കിലും എൻ്റെ കാല് മുഴുവൻ ചൊറി പിടിച്ചു പോയി. എൻ്റെ എല്ലാ സന്തോഷവും പോയി. അന്ന് എനിക്ക് ദൈവശാസ്ത്രമൊന്നും അറിയത്തില്ല. അപ്പോൾ അതായത് കാല് മുഴുവൻ ചൊറി പിടിച്ചിട്ടേ അത് അവിടെ ഗവൺമെൻറ് ആശുപത്രിയാണ് ഉള്ളത്, ഒരു ചെറിയൊരു ഡിസ്പെൻസറി. അവിടെ പോയി കാല് കാണിക്കും. അപ്പോൾ അവർ ഈ വയലറ്റ് നിറത്തിലുള്ള ഒരു മരുന്ന് കഴിക്കും. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ വരുമ്പോഴും വേദനയും ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ മരിച്ചു പിടിച്ച് വേദനയും പഴുപ്പ് ചാടലൊക്കെ ഉണ്ട്. ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതിനിടയ്ക്ക് സമയം അടുക്കും തോറും ഇതിൻ്റെ പഴുപ്പും ചൊറിയും കൂടിക്കൊണ്ടിരിക്കും. അപ്പം അത് സാൻഡൊക്കെ നമ്മൾ സാധനമുള്ളത്, ഈ വെള്ള ഷൂസ് പോലെയുള്ള ഒരു നെയ്ത്ത് തൊട്ടി പോലെ ഇരിക്കുന്ന സാധനം, അതാണ് കാര്യം പൂട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സോക്സൊക്കെ വാങ്ങിച്ച് സോക്സ് ഇട്ടപ്പോൾ തന്നെ ഈ ചൊറിയുന്ന പഴുപ്പും അതെല്ലാം പുറത്തു വന്നു. സോക്സിൻ്റെ സ്റ്റാൻഡക്സ് കൂടി എടുത്ത് പൂട്ടിക്കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ബെൽറ്റിൽ പൂട്ടണ പോലെയുള്ള ബഗ്ഗുള്ളതാണ്. അത് പൂട്ടിയ നല്ല വേദന. കാലകത്തിരുന്ന് പഴുത്ത് വിങ്ങിയണേ. അതിനിടയ്ക്ക് വേറൊരു കോമഡി സംഭവിച്ച്. അപ്പന് ചില്ലറ കലാപരിപാടിയൊക്കെ ഉള്ള കാരണം അപ്പം പറഞ്ഞ് ഈ തലയൊക്കെയുള്ള കപ്പലയില്ലേ ഞാനുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം അപ്പന് അതിന് വേണ്ടി കുറേ ഒരാഴ്ച കഷ്ടപ്പെട്ട് കുറേ ലാത്ത പേപ്പറും കമ്പിയൊക്കെ വാങ്ങിച്ച്. ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം, ഒരു കോമഡി പോലെ തോന്നും. അന്ന് ഞാൻ ശരിക്കും ചമ്മിപ്പോയി കൂട്ടുകാരുടെ കൂട്ടത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാലേ അപ്പനാണെങ്കിൽ ഇത് അപ്പൻ ഒറ്റ നിൽക്കുക. കാര്യം അപ്പനോട് എതിർത്ത് പറഞ്ഞാൽ ചിലപ്പോൾ കാരണം കൊണ്ട് അടി പിടിക്കും. അപ്പനെങ്ങനെയാണ് അപ്പൻ്റെ സ്വഭാവം അതായത് അപ്പം പറയണ അനുസരിച്ച് പോയില്ലെങ്കിൽ എൻ്റെ തൊണ്ടിലൊക്കെ ഭയങ്കര അടി കിട്ടുന്നുണ്ട്. ഇരിക്കപ്പെടുന്ന അടി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും വേണ്ടിയില്ല, അപ്പനിട്ട് ചെയ്യണത്. നോക്കിയപ്പോൾ ഈ വീതിയുള്ള ഒരു കിരീടം ഈ മാതാവിൻ്റെ ഒക്കെ തല വെച്ചേക്കണ കിട്ടിയിട്ടില്ല. അതിൻ്റെ വലിയൊരു ടൈപ്പ് ആ സാധനം ഉണ്ടാക്കിയിരിക്കണേ. എൻ്റെ അമ്മയെ. പിന്നെ അപ്പൻ്റെ സന്തോഷത്തിന് അപ്പം കുറേ മുല്ലപ്പൂ മൊട്ട് 2 മുഴം മൊട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് കിരീടത്തിൻ്റെ ഇടയ്ക്ക് കെട്ടി. അപ്പം വിചാരിച്ചത് പള്ളി വരുമ്പോൾ വിരിയുമെന്നാണ് വിചാരിച്ചത്. ആര് വിരിയാൻ? അതൊക്കെ അപ്പം ഞാനൊരു ശരിക്കും പരിഹാസ രാജാവായിട്ടാണ് പോകുന്നത്. ശരിക്കും കാലെ പഴുപ്പും വേദനയും അത് മുഖത്ത് ശരിക്കും കാണും. പിന്നെ തലയിൽ കിരീടം.
അപ്പോൾ കുർബാന സ്വീകരണം എന്ന് പറയണതേ വല്ലാത്തൊരു പീഡാസകനമാണ്. മരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, പീഡാസകനമാണ്. പിന്നെ ഒരു ആൾക്കാരെ നമുക്ക് കളിയാക്കുമല്ലോ. എനിക്ക് പക്ഷേ കർത്താവാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ അപ്പോഴാണ് ഇതൊക്കെ ചെയ്തത് ഇരിക്കുന്നത്. വളർന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നിന്നെ ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ നിന്നെ ഞാൻ എന്നെപ്പോലെ ആക്കിയായിരുന്നു. പരിഹാസ രാജാവായിട്ട്, കാലം മുഴുവൻ കൈ മുഴുവൻ വ്രണമായിട്ട്, തലയിലൊരു കോമഡി തൊപ്പിയും ആക്കിയിട്ടാണ് നീ പോയത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഓർക്കും ഭയങ്കര അഭിമാനം തോന്നുന്നു. അപ്പനല്ല ചെയ്തത്, കർത്താവാണ് ചെയ്തതെന്ന്. എന്താ കാര്യം? ക്രിസ്തുവിനോട് ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു സഹനത്തിൻ്റെ കണ്ടന്റ് എപ്പോഴും ഉണ്ടാകും. അത് പുള്ളിക്കാരൻ തന്നെ നമുക്ക് ഈ ആൾക്കാരെ കല്യാണത്തിനൊക്കെ കൊണ്ടുവന്ന് സമ്മാനം തരത്തില്ലേ? കല്യാണത്തിനെ കൊണ്ടുവന്ന് നമുക്ക് പൊതിയൊക്കെ തരുമല്ല, അതുപോലെ പുള്ളിക്കാരെ കൊണ്ടുവന്ന് തന്നതാണ്. ഇപ്പോഴാണ് ആ സമ്മാനം കിട്ടിയതായിട്ടൊക്കെ ഓർക്കുന്നത്. അന്ന് മുതൽ ഈശോയുമായൊരു ബന്ധമുണ്ട്. എൻ്റെ മക്കളെ, നമുക്കിത് സഹനമാണെങ്കിലും അത് കർത്താവിൻ്റെ കൂടെ സഹിക്കാൻ ഭയങ്കര അതാണ് പൗലോസൊക്കെ ഇത് അഭിനയിച്ച് ആഘോഷിച്ച ആൾക്കാരാണ്. അതാണ് ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പോരായ്മ. അതിൻ്റെ കൊളോസ്യസ് 1:24, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി, ക്രിസ്തുവിനെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വായിക്കാം. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അതായത് ക്രിസ്തു നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ കുറച്ച് കലാപരിപാടി നടത്തും. ദിസ് ഈസ് മൈ ബോഡി എന്ന് ക്രിസ്തു പറയണതാണ്. നമ്മൾ കുർബാനയ്ക്ക് എന്താ പറയണത്? ദിസ് ഈസ് മൈ ബോഡി എന്നല്ലേ, ഇതെൻ്റെ ശരീരമാകുന്നു എന്നാണ്. ക്രിസ്തു തിരിച്ചും പറയുന്നുണ്ട്. നമുക്കൊരു സഹനം തന്നു കഴിയുമ്പോൾ ക്രിസ്തു പറയും ദിസ് ഈസ് മൈ ബോഡി എന്ന്. അപ്പോൾ നമ്മൾ കുർബാനയായി. പക്ഷേ ക്രിസ്തു നാമത്തിൽ എടുക്കണം, സന്തോഷമായിരിക്കണം സഹനങ്ങളിൽ. എൻ്റെ പേര് മിനി സന്തോഷ്, മംഗലാപുരം ബെൽത്തങ്ങടി രൂപത സെൻറ്റ് തോമസ് ഫൊറോന ചർച്ച് ഉദനയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ വന്ന് 2020 ഫെബ്രുവരി 20 വന്ന് ഉടമ്പടി എടുത്തു. കൃപാസനത്തിനെക്കുറിച്ച് 2019 ഡിസംബറിലാണ് ഞാൻ അറിഞ്ഞത്. ഞാനിവിടെ വന്നത് എനിക്ക് ഭയങ്കര രോഗമായിരുന്നു. രോഗമെന്ന് പറഞ്ഞാൽ ഞാൻ ഡിഫൻസിലാണ് സർവീസ് ചെയ്തത്. അങ്ങനെ എനിക്ക് വയ്യാത്ത അതുകൊണ്ട് തന്നെ എൻ്റെ സർവീസ് കംപ്ലീറ്റ് 20 ഇയേഴ്സ് ആയപ്പോഴേ ഞാൻ എഴുതി VRS പോന്നു. ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് വെച്ച് ഞാനൊന്ന് വീണായിരുന്നു. അങ്ങനെ എൻ്റെ ഡിസ്കിന് 2 എടുത്ത് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. 18 വർഷമായിരുന്നു. എനിക്ക് മുട്ടുകുത്തി ഒരു സ്വർഗസ്നായോ ഒരു നന്മ നിറഞ്ഞോ ചൊല്ലാൻ പറ്റത്തില്ലായിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം എനിക്കിന്ന് ഒരു കൊന്ത കംപ്ലീറ്റ് ഞാൻ മുട്ടുകുത്തി ചൊല്ലുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ മുട്ടിന് തേയ്മാനമായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് 54 വർഷത്തെ തേയ്മാനമുണ്ട്, ഇത് സുഖപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് നേർച്ച വസ്തു തൂക്കുമായിരുന്നു. ആദ്യം എനിക്ക് ഉടമ്പടി പ്രാർത്ഥനയോ പ്രത്യക്ഷ പ്രാർത്ഥനയോ മുട്ടുകുത്തി ചൊല്ലാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മയുടെ അടുത്ത് ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഇന്ന് ഞാൻ മുട്ടുകുത്തി തന്നെ എനിക്ക് പ്രാർത്ഥിക്കുന്നത് പൂർണ്ണ സൗഖ്യം കിട്ടി. അതേപോലെ തന്നെ അലർജി രോഗം ഉണ്ടായിരുന്നു. 16 വർഷമായ അലർജി. എൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ ആ മാസം തൊട്ടുള്ള അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിയെടുത്തിട്ട് മാന്തുമായിരുന്നു, ചൊറിയുമായിരുന്നു. അതേപോലുള്ള അലർജിയായിരുന്നു. ചോര വരും, പിന്നെയും മാറും. അങ്ങനെ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. പിന്നെ എൻ്റെ ഒരു ഇടത്ത് വശത്തെ സൈഡ് ഫുള്ള് ന്യൂറോയുടെ പ്രോബ്ലമാണ്. ന്യൂറോയ്ക്ക് ഞരമ്പിന് ബ്ലഡ് സർക്കുലേഷൻ കുറവായിട്ട് എൻ്റെ ഇടത്ത് കൈ കൊണ്ട് ഒരു ഗ്ലാസ് ചായ പോലും എടുത്ത് കുടിക്കാൻ വയ്യായിരുന്നു. അതും സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് അമ്മ. അതേപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര മുങ്കോപമായിരുന്നു. ആ മുങ്കോപം പൂർണ്ണമായിട്ട് മാറ്റിത്തന്ന അമ്മ. അതേപോലെ തന്നെ എനിക്കിപ്പോൾ ദേഷ്യം, മക്കളെന്തെങ്കിലും ദേഷ്യപ്പെട്ടാലും വഴക്കൂടിയാലും ഒന്നും എനിക്ക് ദേഷ്യം വരുന്നില്ല. അതേപോലെ ഞാൻ ചീത്ത പറയുമായിരുന്നു, അതും പൂർണ്ണമായിട്ട് എൻ്റെ നാക്കിന്ന് എടുത്ത് മാറ്റി അമ്മ. അതേപോലെ തന്നെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോള് 10ാം ക്ലാസ്സിലായിരുന്നു. മോൾക്ക് പഠിക്കും അവൾ, പക്ഷെ മറവിയാണ്. അങ്ങനെ അവൾക്ക് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഹിന്ദിയും ഭയങ്കര കഷ്ടമായിരുന്നു.
അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഡിസ്റ്റൻഷൻ കൂടെ മാർക്ക് വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഡിസ്റ്റൻസിന് എത്ര വേണം? അപ്പോൾ അവൾ പറഞ്ഞു 535 മാർക്ക്. അപ്പോൾ അവൾ പറഞ്ഞു, അന്നേ ഞാൻ പറഞ്ഞു 536 മാർക്കിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് റിസൾട്ടിൻ്റെ തലേദിവസം എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ രാത്രി 12 മണി രാത്രിക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു സാരി ചുഴലിക്കാറ്റ് പോലെ ആകാശത്തിലോട്ട് ചുരുണ്ടു പോകുന്നു. ചുരുണ്ടല്ല, ഒരു ചുഴലിക്കാറ്റ് എങ്ങനെ മേളിലോട്ട് പോകുന്നു അതേപോലെ അതിൽ സ്വർണ്ണ മുത്തുകൾ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ്, അമ്മേ എൻ്റെ കുഞ്ഞിന് ഇത്രയും മാർക്ക് കിട്ടാൻ ഞങ്ങൾ എന്ത് യോഗ്യതയുള്ളവരാ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതേപോലെ തന്നെ രാവിലെ തൊട്ട് മോളും പുതിയ നിയമത്തിൻ്റെ പുസ്തകം, അവൾ ബൈബിളൊന്നും വായിക്കത്തില്ല. അവൾക്കും എന്നെപ്പോലെ തന്നെ ഭയങ്കര ദേഷ്യമായിരുന്നു. അവൾ എന്നോട് വഴക്കൂടും, അങ്ങനെയൊക്കെ ആയിരുന്നു. അതെല്ലാം മാറി കിട്ടി. പിറ്റേ ദിവസം മോള് പുതിയ നിയമത്തിന് ഫുള്ള് രാവിലെ തൊട്ട് റിസൾട്ട് 3 മണിക്കാണ്. അതുവരെ അവൾ ആ പുതിയ നിയമം ഫുള്ള് കംപ്ലീറ്റ് വായിച്ചില്ല, അവൾ പഠിച്ചു തീർത്ത്. അപ്പോൾ ഞാനിരുന്ന് എൻ്റെ ബെഡിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ആരോ വന്ന് പറയുന്ന പോലെ തോന്നി. എനിക്ക് എണിച്ച് അലമാരിക്കകത്തൊരു തിരുകുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്, അവിടെ ഒരു തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ വേഗം പോയി തിരി എടുത്തുകൊണ്ട് വന്ന് കത്തിച്ച് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ആ അലമാരി നീല ആകാശം പോലെയാണ് കണ്ടത്. അതിനകത്ത് അമ്മ സിൽവർ കളറുള്ള അമ്മയുടെ അതേ കളറുള്ള ഒരു മാലാഖയല്ല, 1 കോടി മാലാഖമാർ അവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ നന്ദി പറയുന്നു, ഞാൻ ഇത്രയും മാത്രം എൻ്റെ കുഞ്ഞിന് മാർക്ക് കിട്ടാൻ ഞാൻ എന്താണ് യോഗ്യത? എൻ്റെ കുഞ്ഞിന് എന്തൊരു യോഗ്യതയുണ്ട്? അവൾക്കൊരു 430 മാർക്ക് പോലും കിട്ടാൻ യോഗ്യതയില്ലാത്ത കുഞ്ഞാണ്. എല്ലായിട്ട് പലവട്ടം പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോരാറുണ്ട്. അത്രയും ഉയർത്തി എന്നിട്ട് മാർക്കൊക്കെ അന്നത്തെ റിസൾട്ട് 3 മണിക്ക് റിസൾട്ട് കിട്ടിയത് 552 മാർക്ക് എൻ്റെ അമ്മയും എൻ്റെ തിരുകുമാരനും അനുഗ്രഹിച്ചു. അതേപോലെ ഞാൻ റിസൾട്ട് എക്സാം എഴുതാൻ നേരത്ത് അവൾ പറഞ്ഞു, അമ്മ എനിക്ക് എഴുതിയത് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ചിരിച്ച്, മോക്കടെ പരീക്ഷ എഴുതിയത് അമ്മയാണല്ലോ. അപ്പോൾ അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞു, അമ്മ കൂടെ പോയി അമ്മയുടെ മടിയിലിരുത്തി എഴുതണം. അപ്പോൾ എഴുതാൻ നേരത്ത് എൻ്റെ ഈശോ അവക്കടെ കയ്യെ പിടിച്ചെഴുതണം. ഞാൻ മോളോട് പറഞ്ഞു, മോളെ നീ പേപ്പർ എഴുതിയതിന് ശേഷം ടീച്ചർമാർക്കല്ല കൊടുക്കുന്നത്, അത് ഈശോയ്ക്കാണ് കൊടുക്കേണ്ടത്, നീ പറഞ്ഞിട്ട് കൊടുക്കണം, ഇതെൻ്റെ ടീച്ചറല്ല ഇത് ഈശോയാണ് എന്ന്, അത് കറക്ഷൻ ചെയ്യുന്ന ഈശോയായിരിക്കും എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നി, ഈശോയായിരുന്നു റിസൾട്ട് തന്നത്, അമ്മയാണ് എഴുതിച്ചത് എന്ന്. ഞാൻ ആ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. അതേപോലെ തന്നെ 3ാമത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റേതാണ്. ഭർത്താവിന് ആർമിയിലായിരുന്നു. ഹസ്ബൻഡിൻ്റെ 10 വർഷമായിട്ട് നടുവേദനയായിരുന്നു. ചേട്ടന് അങ്ങനെ വിശ്വാസമൊന്നുമില്ല, വലിയ വിശ്വാസമില്ല, പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയുടെ എന്നെ കൊന്ത ഒറ്റയ്ക്കിരുന്ന് ചൊല്ലത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കും. പക്ഷെ പുള്ളി ഓരോ ദിവസം ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇത്രയും മാത്രം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എൻ്റെ നടുവേദന മുട്ടുവേദന എല്ലാം ഉണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ദിവസം പ്രാർത്ഥിച്ച്, അപ്പോൾ പുള്ളിക്ക് തമ്പാക്കു തിന്നുന്ന ഒരു അസുഖം, ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു, ഭയങ്കര എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി ഉടമ്പടി പ്രാർത്ഥനയല്ലേ നേർച്ച ഉപ്പ് എടുത്തുകൊണ്ട് പോയി ചേട്ടൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നാവി തൊട്ടെന്നല്ല, അതങ്ങ് അമക്കി വെച്ചേച്ച് പറഞ്ഞു, ഇനി നാളെ തൊട്ട് ഇത് തൊടത്തില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തൊട്ട് അത് പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, പക്ഷെ തൊടുന്നില്ല. അതേപോലെ തന്നെ ഞാൻ അതിന് മുന്നേ 2-3 ദിവസത്തെ അമ്മേനെ കണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചേട്ടനോട് പറയുമ്പം ചേട്ടന് വലിയ ഒരുമാതിരി ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുമ്പം എൻ്റെ ചേട്ടനുള്ള സമയത്ത് മാത്രമേ വരാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഒരു ദിവസം ഏപ്രിൽ ജൂൺ മാസത്തിൽ അമ്മ 7-ാം തീയതി, അതും 7-ാം തീയതിയാണ് അമ്മ വന്നത്. അമ്മ വന്നു. അപ്പോൾ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ചേട്ടൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഞാൻ കിടക്കുവാന്ന് പറഞ്ഞു, ഉറക്കം വരുന്നു, ഉറങ്ങുന്നു പറഞ്ഞു. ഞങ്ങൾ 11:30 വരെ ഇരുന്ന് ഓരോ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചേട്ടൻ തിരിഞ്ഞ് കിടന്നു. ഞാൻ നേരെ തന്നെ കിടക്കുക, പട്ടി ഭയങ്കര കൊര. അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്ത് ലൈറ്റ് ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എണിക്കാൻ നോക്കുമ്പോൾ എനിക്ക് എണിക്കാൻ പറ്റുന്നത്, എൻ്റെ ശരീരമെല്ലാം ഒരു പച്ച പോലെയായി. പെട്ടെന്ന് ഞാൻ ഏത് നൈറ്റി ഇട്ടോ അതേ നൈറ്റിയിൽ ഒരു സ്ത്രീ എണിച്ച് പോയി സ്വിച്ചിട്ട് പുറത്തെ ലൈറ്റെല്ലാം ഓണായി, പട്ടി കൊര നിന്ന്.
പെട്ടെന്ന് അപ്പോൾ എനിക്ക് കൈയൊന്നും മൂവ്മെൻ്റ് ഇല്ല, എൻ്റെ ഫുള്ള് ശരീരം, എനിക്ക് കണ്ണ് കാണുന്നുണ്ട്, പക്ഷേ വേറൊന്നും മൂവ്മെൻ്റ് ആവുന്നില്ല. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞപ്പം കൃപാസനത്തിലെ അമ്മ എൻ്റെ അടുത്ത് വന്നേച്ച് ഇങ്ങനെ നിൽക്കുന്നു. അമ്മയുടെ കണ്ണീന്ന് ഒരു സൂര്യൻ എന്ന് പറയാം, സൂര്യൻ്റെ പ്രകാശം അമ്മയുടെ കണ്ണീന്ന് എൻ്റെ മുഖത്തോട്ടടിച്ച്, അതടിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയുന്ന പോലെ തോന്നി, മകളെ നീ സ്തുതിക്ക്, നിൻ്റെ നിയോഗങ്ങൾ പറഞ്ഞ് സ്തുതിക്കാൻ പറഞ്ഞു. ഞാൻ നിയോഗങ്ങൾ പറയാൻ പറ്റുന്നില്ല, ഞാൻ ഉള്ളു മനസ്സും കൊണ്ട് പറഞ്ഞ് സ്തുതിച്ചപ്പോൾ എൻ്റെ കണ്ണീന്ന് കണ്ണുനീര് ഇങ്ങനെ തിളച്ചുകൊണ്ട് കിടക്കുക. അത് കുറേ നേരം കഴിഞ്ഞ് അപ്പം ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പെട്ടെന്ന് ഈശോയെന്ന് പറഞ്ഞു, അങ്ങനെ ചാടി എണിച്ച്. അപ്പം പിന്നെ അമ്മേനെ കണ്ടില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എണിപ്പിക്കണമെങ്കിൽ നമ്മൾ തല്ലി എണിപ്പിച്ചാൽ എണീക്കുകയില്ല. ചേട്ടനെ ഞാൻ പറഞ്ഞു, ഇതാ അമ്മ വന്നു, നമുക്ക് സ്തുതിക്കാമെന്ന് പറഞ്ഞു. ചേട്ടൻ ചാടി എൻ്റെ കയ്യെ പിടിച്ച് കൈ കോർത്ത് ഞങ്ങൾ രണ്ടുപേരും സ്തുതിച്ചു. പിന്നീട് ചേട്ടൻ പറഞ്ഞു ഞാൻ ഉറങ്ങുവാന്ന് പറഞ്ഞു. കടന്നു. ഞാൻ കൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ കടന്നു. അതേപോലെ തന്നെ എൻ്റെ മോന് കഴുത്ത് വേദന ഉണ്ടായിരുന്നു. ഈ കഴുത്തിൻ്റെ കരണഞ്ഞരമ്പിൻ്റെ അവിടെ, ആ കരണഞ്ഞരമ്പ് ഒരു എല്ല് കഷ്ണം പോലെ ഇങ്ങനെ കട്ടിയായിട്ടാണ് ഇരുന്നേ. അപ്പോൾ കഴിഞ്ഞ വർഷം ഗൂഗിൾ മീറ്റിൻ്റെ സമയത്ത് അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ആ സമയത്ത് ഞാൻ എല്ലാ ഇതും കൂടുമായിരുന്നു. അപ്പോൾ ഈ മോനെ ഞാൻ എന്നും എൻ്റെ അടുത്ത് നിർത്തിയേച്ച് ഞാൻ അവരുടെ തൊട്ട് പ്രാർത്ഥിക്കും. ഒരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മേ, ഈ എല്ല് പോലുള്ള ആ ഞരമ്പിനെ അമ്മ പഞ്ഞി പോലെ മാറ്റിത്തരണം എന്ന് പറഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം തൊട്ട്, കുഞ്ഞിനാണെങ്കിൽ എഴുതാനോ രാവിലെ എണിച്ച് ഒരു അക്ഷരം എഴുതത്തോ ഇല്ല, അവന് എഴുതാൻ പറ്റില്ല, ഭയങ്കര കഴുത്തുവേനയാണ്, കുഞ്ഞിരുന്ന് എഴുതാൻ പറ്റില്ല, അവന് അക്ഷരങ്ങൾ അറിയില്ല, ടീച്ചർമാർ വഴക്ക്, വായിക്കാൻ അറിയില്ല. ഇപ്പോൾ കുഞ്ഞിന് ആ ഞരമ്പിന് വേദനയെ പൂർണ്ണ സൗഖ്യം കിട്ടി. അതേപോലെ തന്നെ കുഞ്ഞിനെ എഴുതാനും വായിക്കാൻ പഠിച്ചു, എഴുതാൻ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടുണ്ട്. അതേപോലെ തന്നെ ചേട്ടന് പുറത്ത് 18 വർഷത്തിൻ്റെ മേളിലായ മുഴയുണ്ടായിരുന്നു. ഒരു മുഴ വലിയ മുഴയും ബാക്കിയുള്ള ഒരു 5-10 ചെറിയ മുഴകൾ. അപ്പം ഞാൻ എന്നും ആ ലീവിന് വരുമ്പോൾ ആ തൈലം തൂക്കുമായിരുന്നു, തൈലവും ഉപ്പും ചേർത്ത് തൂക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ചേട്ടൻ വന്നപ്പോൾ ഞാൻ അതിനെ തൈലവും ഉപ്പും കൂടെ ഒരുമിച്ച് ചേർത്തേച്ച് അത് ആ മുഴയിൽ ഉരച്ചിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ച്. പിറ്റേ മാസം ആ മുഴയ്ക്ക് അതുവരെ വേദനയില്ലായിരുന്നു. ആ മുഴയ്ക്ക് വേദന പെട്ടെന്ന് വരികയും പെട്ടെന്ന് ക്രിസ്മസിന് വന്നതിൻ്റെ ആ സമയത്ത് ലീവിന് പോയി ഡോക്ടറെ കാണിക്കുകയും അത് അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തു. പിന്നെ ഞാൻ കാശുരൂപം കൊണ്ടുപോയി അവിടെ അത് നോർമലായി കിട്ടാനും വേറെ ഒരു കുഴപ്പമൊന്നും കൂടാതെ അങ്ങനെ 9ാമത്തെ ദിവസം അത് ബയോപ്സി ടെസ്റ്റ് നോർമലായി തന്നു. പുറത്ത് ഒത്തിരി മുഴകളുണ്ടായിരുന്നു, അത് ചെറിയതായിരുന്നു. ആ മുഴയെല്ലാം ഈ പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ വന്നതിൻ്റെ ശേഷം ഇതെല്ലാം മാഞ്ഞു പോയി. പിന്നീട് കാണാനേ കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ ചേട്ടന് ലിഗമെൻറ്റ്സ് കട്ടായിട്ട് മുട്ടുവേദനയായിരുന്നു. ഇങ്ങനെ ഇരിക്കാനോ മുട്ടുകുത്തി ഒന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. കഴിഞ്ഞ മാസം ജൂലൈ മാസത്തിൽ ചേട്ടൻ വന്നപ്പം ഞാൻ എണ്ണ തൂത്തപ്പോൾ തൂക്കാൻ ഞാൻ കുരിശുവര കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പം ചേട്ടൻ എന്നെ നോക്കി ചിരിച്ച്. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു കളിയാക്കിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് തന്നെ രാത്രിയിൽ ചേട്ടൻ ഭയങ്കര വേദനിച്ച് കരയുന്ന പോലെ എൻ്റെ അടുത്തിട്ട് വന്ന് പറഞ്ഞു, എനിക്ക് ഭയങ്കര വേദനയാണ്, നീ ഇച്ചിരി തൈലം എടുത്ത് തൂക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ അന്നേരം അമ്മയ്ക്ക് നന്ദി പറഞ്ഞു, അമ്മ ഇത് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അമ്മ മകനെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്തതിൻ്റെ ശേഷം ഇന്ന് വരെ മുട്ടുവേദനയും വന്നിട്ടില്ല, നടുവേദനയും വന്നിട്ടില്ല, എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുത്തി.